Hello everyone, welcome back to my channel. I am ILHAN. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ടെറസ് ഗാർഡൻ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ പല വീഡിയോസിലും ടെറസ് ഗാർഡൻ്റെ പല ഭാഗങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പലരും നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല നീറ്റായിട്ട് ഗാർഡൻ കൊണ്ടുപോകുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ ഈ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ട് ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത്, പിന്നെ ഈ ഗാർഡനിൽ വന്നിരിക്കാനും ഇവിടെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിക്കാനൊക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ടെറസ് ഗാർഡൻ ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അത്ര വലിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ രീതിയിലൊന്നും നമ്മൾ ഈ ഗാർഡനിൽ ചെയ്തിട്ടില്ല. നമ്മുടെ പ്ലാന്റ്സ് എല്ലാം വളരെ അടുക്കും ചുറ്റിയോടുകൂടി ഈ ഒരു ടെറസിൽ നമ്മളിന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അധികം ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ടെറസ് ഗാർഡൻ കാണിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം, ടെറസ് ഗാർഡൻ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ജോയിൻ ചെയ്തേക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ടെറസ് ഗാർഡൻ ടൂറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഗാർഡൻ കാണാം. അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ ഒരു ഫുൾ വ്യൂ ഇതാണ്. അപ്പോൾ വളരെ ചെറിയ ഒരു സ്ഥലത്ത്, കുറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടെറസിൽ റൂഫിംഗ് ഷീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഷീറ്റ് വെച്ചിട്ട് മേഞ്ഞിട്ടുള്ള ഒരു ടെറസാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ നെറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ നെറ്റ് എന്തിനാണ് ഗാർഡനിൻ്റെ മുകളിൽ കെട്ടിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന് ഗ്രീൻ നെറ്റ് കിട്ടുന്നത് വളരെ നല്ലതാണ്. അവരുടെ നല്ല വളർച്ചയ്ക്കും അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഒക്കെ കിട്ടുന്നതിനും പിന്നെ ഷീറ്റിൻ്റെ ചൂടൊന്നും അടിക്കാണ്ടിരിക്കാനും ഒക്കെ ഈ ഗ്രീൻ നെറ്റ് കിട്ടുന്നത് വളരെ നല്ലതാണ്. ഗ്രീൻ നെറ്റ് കെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളത് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഹാങ്ങിങ് പ്ലാന്റ്സും അങ്ങനെ മിക്സഡ് ആയിട്ടാണ് പ്ലാന്റ്സ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ ഒരു മോർണിംഗ് ലൈറ്റ് ഏകദേശം ഒരു 10 മണി വരെയുള്ള വെയിൽ നന്നായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ടെറസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഗാർഡനിലെ സെൻട്രൽ പോർഷനിൽ നിന്നുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മുകളിൽ കമ്പി വെച്ചിട്ട് അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് പ്ലാന്റ്സ് എല്ലാം. കമ്പിയല്ല, ഒരു തടി വെച്ചിട്ടുണ്ട്. ആ തടിയിൽ നമ്മൾ ആണി അടിച്ചിട്ടാണ് അവിടെ ഈ പ്ലാന്റ്സ് എല്ലാം ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കലേസിറപ്പൻസ്, ടർട്ടിൽ വെയിൻ, ടാങ്കിളിലെ ഹാർട്ട്, എപ്പീഷ്യ അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെയാണ് ഇവിടെ ഹാങ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഞാൻ വെച്ചിട്ടുള്ളത് സിങ്കോണിയം വെറൈറ്റീസാണ്. സിങ്കോണിയത്തിൻ്റെ ഒരു 3-4 വെറൈറ്റീസ് പ്ലാന്റ്സ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അത് ഈ ടെറസിൻ്റെ ഈ ഒരു അരപ്രൈസ് പോലെ കെട്ടിയിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ് ഞാനത് വെച്ചിട്ടുള്ളത്. സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ കൂടെ തന്നെ ബോർഡർ ഗ്രാസ് അല്ലെങ്കിൽ റിബൺ ഗ്രാസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്, പിന്നെ 2 അരേലിയ പ്ലാന്റും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ്. അത് നമ്മളൊരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് അഗ്ലോണിമ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്.
അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ താഴെയായിട്ട് നമ്മൾ കലാത്തിയയുടെ കുറച്ച് വെറൈറ്റീസും ഫിലോഡൻഡ്രൻ പ്ലാന്റ്സും അതുപോലെ മോൺസ്ട്ര പ്ലാന്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു അരപ്രൈസായിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുള്ളത് എല്ലാം ചെറിയ ചട്ടുകളിലുള്ള കുറച്ച് ചെടികളാണ്. ഇത് നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചെടികളാണ്. അതാണ് ചെറിയ ചട്ടിയിലൊക്കെ ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് ബിഗോണിയ പ്ലാന്റ്സ്, പെഡിലാന്തസ്, യുജീനിയ അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസും പ്ലാന്റ്സും കൂടെ ഇവിടെയുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇവിടെയും നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ക്രീപ്പിംഗ് ചാർലി, അതുപോലെ ടാങ്കിൾഡ് ഹാർട്ട്, എപ്പീഷ്യയുടെ തന്നെ 1-2 വെറൈറ്റീസ് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഹെമിഗ്രാഫിക്സ് റിപ്പണ്ട എന്ന് പറയുന്ന പ്ലാന്റ്സ്, അതിൻ്റെ 2 പോട്ട് ഞാനിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതൊരു മോർണിംഗ് സമയം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് തന്നെയല്ല, ഈ പ്ലാന്റ്സ് എല്ലാം വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞായിരിക്കും ഇവർ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് ഒരു തട്ടിൽ അരപ്രൈസ് പോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെ നമ്മൾ ചട്ടികൾ താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വയറും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പുറകിലായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ വെച്ചിട്ടുള്ള ചട്ടികളിലെല്ലാം 10 മണി ചെടികളാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ പുതിയതായിട്ട് ഈ മഴക്കാലം തുടങ്ങിയ സമയത്ത് പുതിയതായിട്ട് നട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഇതിലുണ്ടായിരുന്നു. മഴക്കാലം ആയതുകൊണ്ട് അധികം പൂക്കളൊന്നും ഇതിന് വന്നിട്ടില്ല. പിന്നെ പുതിയ ചെടികളുമാണ്. അപ്പം നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, നമുക്ക് അടുത്തൊരു ഭാഗത്ത് ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. അവിടെ നമ്മളൊരു ചെറിയ വാട്ടർ ഗാർഡൻ വെച്ചിട്ടുണ്ട്. പിന്നെ 1-2 പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതൊരു ക്രീപ്പിംഗ് ആയിട്ട് വളരുന്നൊരു ചെടിയാണ്. ട്രൈ കളർ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ എന്നൊരു പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയായത് കാണാനായിട്ട്. ഇത് മുകളിലേക്ക് ഒരു കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഇങ്ങനെ കയറി വളർന്നു പോകും. ഇപ്പോൾ ഇതിൻ്റെ ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് ഇങ്ങനെ ഇതിലേക്ക് ചാടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് മുഴുവൻ നമ്മൾ കനേഡിയൻ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ്, പിന്നെ ഒരു പീസ് ലില്ലി, പിന്നെ ഈ മഞ്ഞപ്പൂ ഉണ്ടാവുന്ന ഈ ഒരു ചെടി. ഈ ചെടിയുടെ പേരെനിക്ക് അറിയില്ല. നമുക്ക് നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നൊരു ചെടിയില്ലേ, ആ ഒരു ചെടിയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് പ്ലാന്റ്സ്, 1-2 പ്ലാന്റ്സ് ഒക്കെ ഒന്നിച്ചാണ് വെച്ചിട്ടുള്ളത്. ക്രോട്ടൺ പ്ലാന്റ് ഉണ്ട്, അതേപോലെ നമ്മുടെ കറ്റാർവാഴ, പെൻഡാനസ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു തുളസിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ മുകളിലായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പോത്തോസ് വെറൈറ്റീസും അതുപോലെ തന്നെ ഫിലോഡൻഡ്രൻ പ്ലാന്റ്സും പിന്നെ ഒരു എപ്പീഷ്യ പ്ലാന്റും കൂടെ ഞാനിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഈ എപ്പീഷ്യ പ്ലാന്റിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഒരു പൂ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഫിലോഡൻഡ്രൻ ബ്രസീൽ പ്ലാന്റ് ആണ് ഈ ഒരു സൈഡിലുള്ളത്. പിന്നെ പോത്തോസിൻ്റെ വെറൈറ്റീസ് തന്നെയാണ് ഉള്ളത്. മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ് അത്രയാണ് നമ്മൾ ഇവിടെ ഹാങ് ചെയ്തിട്ടിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ നമ്മൾ കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട് ഒരു സ്പൈറൽ ഹാങ്ങിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ സാധാരണ എല്ലാവരും തന്നെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ടർട്ടിൽ വെയിനാണ് ഇട്ടിട്ടുള്ളത്. ഇത് നട്ടിട്ട് കുറേ നാളുകളല്ല വർഷമായി, 1.5 വർഷത്തിൽ കൂടുതലായത് വന്നിട്ടിട്ട്. നമ്മുടെ ടർട്ടിൽ വെയിൻ്റെ മദർ പ്ലാന്റ് ആണിത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ ഞാനത് കളഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഇതിൽ നിന്ന് വളർന്നു വരുന്നവർ നമുക്ക് പ്രൂൺ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ചെടികൾ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോഴും ഇങ്ങനെ തന്നെ ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെറസ് ഗാർഡൻ ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.